കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ തീയതികളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പൊതുസമൂഹത്തിന് അത് നന്നായി ബോധ്യപ്പെട്ടതുകൊണ്ട് തീയതികൾ ആവർത്തിച്ച് പറയേണ്ടതില്ല. എന്നാൽ ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് പല കാരണങ്ങളാൽ സവിശേഷതയുള്ളതാണ്. മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം മൂന്ന് മുന്നണികൾ തമ്മിലുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ത്രികോണ മത്സരമാണ് പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലും നടക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. കാരണം മൂന്ന് തലങ്ങളിലാണല്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ. പഞ്ചായത്തിൽ തന്നെ മൂന്ന് തലങ്ങളുണ്ട്. ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു അഭിമാന പ്രശ്നമായി കരുതിക്കൊണ്ടാണ് ഈ മൂന്ന് മുന്നണികളും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നതായിട്ടുള്ള രണ്ട് കോർപ്പറേഷനുകളാണ്. തലസ്ഥാന നഗരിയിലെ കഴിഞ്ഞാൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് കോർപ്പറേഷനുകളാണ്. ഒരു കോർപ്പറേഷനും അതുപോലെ മറ്റൊന്ന് ഒരു മുനിസിപ്പാലിറ്റിയും. ഒന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ. അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും അഭിമാന സ്തംഭം എന്ന് വിശേഷിപ്പിക്കുന്ന കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിന്റെ പരിസരത്ത് നടക്കുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അതിന് സവിശേഷമായ പ്രാധാന്യമുണ്ട്. ശ്രീമാൻ സുരേഷ് ഗോപി ഇപ്പോൾ തന്നെ കളത്തിലിറങ്ങി തൻ്റെ പാർട്ടിക്ക് വേണ്ടിയും NDA മുന്നണിക്ക് വേണ്ടിയും പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹം തൃശ്ശൂർ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ഒരു അഭിമാന പ്രശ്നമായി എടുത്തിരിക്കുന്നു. അദ്ദേഹം എന്ത് വില കൊടുത്തും തൃശ്ശൂർ കോർപ്പറേഷന്റെ ഭരണം BJP നേടിയെടുക്കും, അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് പ്രതിജ്ഞയോടുകൂടെ കളം നിറഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് തൃശ്ശൂർ ലഭിച്ചതായിട്ടുള്ള പാർലമെന്റിലേക്കുള്ള വിജയം അദ്ദേഹത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അത് രാഷ്ട്രീയ വിജയമായിരുന്നു അതോ അദ്ദേഹത്തിന്റെ താരമൂല്യത്തിന് ലഭിച്ച അംഗീകാരമായിരുന്നു എന്നുള്ളതൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ആ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ചില സമുദായങ്ങൾ ഇത്തവണ കളം മാറ്റി അദ്ദേഹത്തെ പിന്തുണച്ചു. അതിന്റെ ഫലമായിട്ട് കൂടിയാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നൊക്കെയുള്ള വിശകലനങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ശ്രീമാൻ സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലം തൃശ്ശൂർ കോർപ്പറേഷൻ എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കണം എന്നുള്ള വാശിയോടുകൂടെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം വളരെ ന്യായീകരിക്കാവുന്നതാണെങ്കിലും അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്ര എളുപ്പമുള്ളതാണ് എന്ന് കരുതുക വയ്യ. കാരണം തൃശ്ശൂർ കോർപ്പറേഷൻ എക്കാലത്തും UDFന് നല്ല സ്വാധീനമുള്ള ഒരു കോർപ്പറേഷനാണ്. ഇപ്പോൾ തന്നെ അവിടെ ഭരണം നിർവഹിക്കുന്നത് ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടി LDF ആണ്. യഥാർത്ഥത്തിൽ UDFൽ പ്രവർത്തിച്ചിരുന്ന ഒരു കൗൺസിലർ കളം മാറ്റി ചവിട്ടി മേയർ സ്ഥാനം ലഭിച്ചതിന്റെ പേരിൽ CPMുമായി LDFുമായി യോജിച്ചു നിന്നുകൊണ്ട് മേയറായിട്ടാണ് കഴിഞ്ഞ 5 വർഷങ്ങളായി തൃശ്ശൂർ കോർപ്പറേഷനിൽ ഭരണം നടക്കുന്നത്. എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ UDF വളരെ ശ്രദ്ധാപൂർവം കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി, നേരത്തെ തന്നെ രംഗത്തിറക്കി കളം പിടിച്ചു കഴിഞ്ഞു. നല്ല പ്രവർത്തനം അവർ കാഴ്ചവെക്കുന്നുണ്ട്. അവർക്ക് മുൻപുണ്ടായിരുന്നതായിട്ടുള്ള പിന്തുണ തിരിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. തൃശ്ശൂർ ഒരു കാരണവശാലും ഇനിയും BJPക്കോ LDFനോ വിട്ടുകൊടുക്കുകയില്ല. BJP അവിടെ ഒരിക്കലും ഭരണത്തിൽ വന്നിരുന്നില്ല. 3ാം സ്ഥാനത്ത് പോലും വളരെ കഷ്ടിച്ചേ ആയിരുന്നുള്ളൂ. എന്നാൽ സുരേഷ് ഗോപിയുടെ വരവോടുകൂടിയാണ് BJPക്ക് അവിടെ സ്വാധീനമുണ്ടെന്ന് അവർ വിലയിരുത്തുന്നത്. അത് പക്ഷേ എത്രമാത്രം ശരിയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ തെളിയാൻ പോവുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ LDFും വളരെ കരുത്തരായിട്ടുള്ള നേതാക്കന്മാരെ രംഗത്തിറക്കി പയറ്റുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ എക്കാലവും UDF LDF തമ്മിലുള്ള മത്സരമായിരുന്നു. ഈ പ്രാവശ്യം മാത്രമാണ് BJPയുടെ മുന്നണിയും NDA മുന്നണിയും പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ സുരേഷ് ഗോപിക്കുണ്ടായ വിജയം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായ വിജയമാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട്
യഥാർത്ഥത്തിൽ പോരാടുന്നത് ഇപ്പോഴും പറഞ്ഞാൽ LDFും UDFും തമ്മിലാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പും വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധ അവിടെയുണ്ട്. തിരുവനന്തപുരം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കോർപ്പറേഷൻ, കേരളത്തിനാകെയുള്ള 6 കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് തൃശ്ശൂരാണെന്ന് പറഞ്ഞാലും അത് അധികപ്പറ്റല്ല. അപ്പോൾ അവിടെ ശക്തമായിട്ടുള്ള പ്രചരണം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ BJP അഴിച്ചുവിട്ടിരിക്കുകയാണ്. എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കത്തക്ക രീതിയിലാണ് LDFും UDFും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് LDFും UDFും അവർക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കുന്നതിനായിട്ടുള്ള കഠിന ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, നേരത്തെ പലവട്ടം പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുമെന്നുള്ളതാണ് കേവലമായിട്ടുള്ള കണക്കുകൂട്ടൽ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതെല്ലാം വളരെയേറെ ജിജ്ഞാസ ഉണ്ടാക്കുന്ന രീതിയിൽ പരിണമിക്കാൻ പോവുകയാണ്. സാധാരണയിൽ കവിഞ്ഞ വാർത്താ പ്രാധാന്യം, രാഷ്ട്രീയ പ്രാധാന്യം ഈ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കൗതുകകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം.